പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ഫോർട്ട് കൊച്ചി വെളി മൈതാനത്തെ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുമതി. ഉപാധികളോടെയാണ് ഹൈക്കോടതി അനുമതി നൽകിയത്. പുതുവർഷത്തിൽ കൊച്ചിയിൽ 2 ഇടത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കാം. കൂടുതൽ വിവരങ്ങളുമായി അഹമ്മദ് മുസ്തബ ചേരുന്നു. മുസ്തബ, കൊച്ചിയിലുള്ളവർക്ക് ഏതായാലും ഒരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയല്ലേ ഇത്? അതിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വെളി മൈതാനത്തും അതോടൊപ്പം തന്നെ പരേഡ് ഗ്രൗണ്ടിലും 2 ഇടത്തും പാപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മുതലാണ് ഈ പാപ്പാഞ്ഞി വെളി മൈതാനത്ത് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയത്. അന്ന് ഈ പുതുവത്സര പുലരിയുടെ തൊട്ട് തലേ ദിവസം ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അതന്ന് അങ്ങനെ ചില തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വെച്ച് അതങ്ങനെ കഴിഞ്ഞുപോയി. ഇത്തവണ കുറച്ചുകൂടി അഡ്വാൻസായി പോലീസ് ഈ വിഷയത്തിൽ ഈ ഗാല ഡി ഫോർട്ട് കൊച്ചിയാണ് ഇതിൻ്റെ സംഘാടകർ. വെളി മൈതാനത്തുള്ള പാപ്പാഞ്ഞി കത്തിക്കുന്നതും 10 ദിവസം നീണ്ടു നിൽക്കുന്ന പുതുവത്സരാഘോഷങ്ങളുടെയൊക്കെ സംഘാടകർ ഗാല ഡി ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ക്ലബ്ബാണ്. അവരെ സംബന്ധിച്ച് കഴിഞ്ഞ 10-20 വർഷമായി ഈ വിഷയം ഇങ്ങനെ വളരെ സമുചിതമായി ആഘോഷിക്കുന്നു. സാധാരണക്കാരും അതോടൊപ്പം തന്നെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ ഇതിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നു. മറുവശത്ത് ഈ പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്നത് ഒരു കാർണിവൽ മേള എന്നുള്ള നിലയ്ക്ക് സബ് കളക്ടർ അതിൻ്റെ ചെയർമാനായിട്ടുള്ള ഒരു ബോഡിയാണ്. സ്വാഭാവികമായും 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു വശത്ത് പോലീസിന് അധിക സുരക്ഷ ഒരുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അതുകൂടി കണക്കിലെടുത്താണ് പോലീസ് ഇങ്ങനെ ഇത്തരത്തിലൊരു വെളി മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയത്. പക്ഷേ ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് കോടതിയിൽ സമീപിച്ചത്. കോടതി സ്വാഭാവികമായും കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി ഈ വിഷയം പരിഗണിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഉപാധികൾ വെച്ച് പാപ്പാഞ്ഞിയെ കത്തിക്കാമെന്നുള്ളൊരു ഉത്തരവ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആതിര.